ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അഡീനിയൻ ചെടികളിലൊക്കെ പൂക്കൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ അഡീനിയൻ ചെടികളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ധാരാളമായിട്ടുള്ള പൂക്കൾ ഉണ്ടാവും, പൂമുട്ടുകൾ കരിഞ്ഞു പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുന്നു. അങ്ങനെ അഡീനിയൻ ചെടികൾ നേരിടുന്ന ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് നല്ല രീതിയിൽ എന്നും വർഷം മുഴുവൻ അഡീനിയൻ ചെടിയിൽ പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കും എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഡീനിയൻ ചെടികൾക്ക് വേനൽ ഏറെ ഇഷ്ടമാണെങ്കിലും ഈ കഠിനമായ ചൂടിൽ നമുക്ക് അഡീനിയൻ ചെടികളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള വെയിലടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ അഡീനിയൻ പ്ലാന്റ്സ് നട്ട് വളർത്തുന്നതെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക, ചെറിയൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ കാരണമാകും. അഡീനിയൻ ചെടികളിലെ പൂമുട്ടുകൾ വിരിയുന്നതിന് മുമ്പേ നമുക്ക് കരിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ നനയിലെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അതായത് നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ കഠിനമായ ചൂടിൽ മണ്ണ് പൂർണ്ണമായും ഉണങ്ങിപ്പോകുന്നത് മുട്ടുകൾ കരിയാനായിട്ട് കാരണമാകും. അതേപോലെ തന്നെ അമിതമായി വെള്ളം നനയ്ക്കുന്നതും മുട്ടുകൾ കൊഴിയാൻ കാരണമാകും. മണ്ണ് എപ്പോഴും നനവുള്ളതായിരിക്കരുത്. അതേപോലെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ വരും മാസങ്ങളിലൊക്കെ നല്ല ചൂടാണ്. ആ ചൂടിൽ നമ്മുടെ ചെടികളിലെ മുട്ടുകളിലെ ഈർപ്പമൊക്കെ വേഗത്തിൽ വറ്റിപ്പോവുകയും അത് നമുക്ക് ചെടിയെ പെട്ടെന്ന് പൂക്കളൊക്കെ മുട്ടുകളും കരിഞ്ഞു പോകാനായിട്ട് കാരണമാകും. പിന്നെ പ്രത്യേകിച്ച് പോഷകക്കുറവ്, മണ്ണിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ മുട്ടുകൾ വിരിയാൻ ആവശ്യമായ കരുത്ത് ലഭിക്കില്ല. അതിനായിട്ട് നമുക്ക് എല്ലുപൊടിയോ പൊട്ടാഷ് വളങ്ങളോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെയും കരുത്തോടെയും നമുക്ക് പൂമുട്ടുകൾ കരിഞ്ഞു പോകാതെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ അഡീനിയൻ ചെടികളിലൊക്കെ മുട്ടുകളുള്ള സമയത്ത് ചെടിച്ചട്ടി ഒരിടത്തു നിന്ന് നമുക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നല്ല വെയിലത്ത് നിന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് ചെടിക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയും പൂമുട്ടുകൾ കൊഴിയാനും കാരണമാകും. അതായത് മുട്ടുകളുള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ചെടിച്ചട്ടി നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കരുത്. അഡീനിയത്തിന്റെ മുട്ടുകളിൽ കറുത്ത പാടുകൾ കാണുന്നത് കുമിൾ ബാധയാണ്. ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന അളവിൽ കലക്കി നമുക്ക് ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ കുമിൾ രോഗം ഒഴിവാക്കാനായിട്ട് പറ്റും. അഡീനിയത്തിന്റെ ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകാനൊക്കെ കാരണം എന്ന് പറയുന്നത് അമിതമായ നന തന്നെയാണ്. ചട്ടിയിലെ മണ്ണ് എപ്പോഴും നനഞ്ഞിരുന്നാൽ വേരുകൾക്ക് ശ്വസിക്കാനാവാതെ ഇലകൾ മഞ്ഞ നിറത്തിലായിട്ട് കൊഴിഞ്ഞു പോകും. അതേപോലെ നൈട്രജന്റെയോ അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റിന്റെയോ ഒക്കെ പോഷകക്കുറവ് മൂലവും നമുക്ക് ഇലകൾ മഞ്ഞ നിറമാകും. അതിനായിട്ട് നമുക്ക് എപ്സം സാൾട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എപ്സം സാൾട്ട് കലക്കി ഇലകൾക്ക് തളിക്കുന്നത് നല്ല പച്ച നിറം കിട്ടാനായിട്ട് സഹായിക്കും. ഇനിയും ചെടികളുടെ തണ്ടുകൾ മെലിഞ്ഞ് നീണ്ടു പോകുന്നത് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വളരുന്നതാണ്. അത് നമുക്ക് തണ്ടുകൾക്ക് ബലമില്ലാതെ വരികയും നീളം കൂടുതലായി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് അഡീനിയൻ ചെടികൾ വളർത്തുകയും അതേപോലെ നീണ്ടു പോകുന്ന തണ്ടുകൾ മുറിച്ചു മാറ്റുകയും ചെയ്യണം. അപ്പൊ ചെടി നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയോ സാഫോ എന്തെങ്കിലും നമ്മൾ പുരട്ടി കൊടുക്കണം. അങ്ങനെ അധികമായാലും ചെടി പെട്ടെന്ന് ഉയരം വെക്കും, തണ്ടുകൾക്ക് ബലമുണ്ടാവില്ല. മണ്ണുണങ്ങിയാൽ മാത്രം നനയ്ക്കുക. അതേപോലെ തന്നെ നൈട്രജൻ അധികമുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴും തണ്ടുകൾ ഒരുപാട് വളർന്നു പോകാനുള്ള കാരണമാകും. ചെടി ആരോഗ്യമില്ലാതെ മെലിഞ്ഞിട്ടാണ് വളരുന്നതെങ്കിൽ ചട്ടിയിലെ മണ്ണിലെ പോഷകങ്ങൾ തീർന്നതാകാം കാരണമെന്ന് മനസ്സിലാക്കി പോഷകങ്ങൾ അടങ്ങിയ പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് മാറ്റി നടുന്നത് നല്ലതാണ്. അതേപോലെ ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയ എല്ലുപൊടി പോലെയുള്ള വളങ്ങളാണ് നമ്മുടെ കോഡെക്സ് വലിപ്പം വെക്കാനും ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും പൂക്കളൊക്കെ ഉണ്ടാവാനും ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.